കമ്മ്യൂണിക്കേഷൻ വളരെ ഫലപ്രദമായി ചെയ്യാം. ഹനുമാനാണ് ഏറ്റവും ഗംഭീരമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തതായിട്ട് ചരിത്രത്തിൽ പറയുന്നത്. അതായത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ സീത ഉണ്ടോ എന്നറിയാൻ രാമൻ വിട്ടതാണ്. ഹനുമാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുമ്പോ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ വരുന്നു, രാമൻ ഇരിക്കുന്നു, ബാക്കി എല്ലാവരും നിൽക്കും, എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ ഹനുമാന്റെ വാക്കുകളാണ് കാണുന്നത്. 3 വാക്കുകളാ പറഞ്ഞു. കണ്ടു സീതയെ ഞാൻ. അതോടെ ആഘോഷങ്ങൾ തുടങ്ങി. ഇനി നമ്മളൊക്കെ വിട്ടുങ്ങ എന്തൊക്കെ ഉണ്ടാവുക. നമ്മളാണെങ്കിലോ അവിടെ ചെന്നിട്ട് രാമേട്ട ആകെ പ്രശ്നമായി. ഒരു അൺനോൺ നമ്പറിൽ നിന്നിട്ട് ഒരു ലേഡിയുടെ മെസ്സേജസ് വന്നു, കണ്ടു. അത് എപ്പോഴും വരാറുണ്ട്. അതാരാ? ലഡു ഇങ്ങനെ പൊട്ടും. അപ്പൊ ഞാൻ കൊണ്ട് ഇതോട് ഇത് എന്തൊരു സംഭവം, ഇത് ആരോന്നും അപ്പൊ ഒട്ടുമിക്കവാറും അത് ഒന്നുകിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയമുള്ളവരൊക്കെ ആയിരിക്കും. അത് നിതേരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയില്ലോ, അത് കഴിഞ്ഞ് അപ്പുറം പോയി ഞാൻ സൈസാക്കും. വരാനിരുന്ന ആളാരെന്നൊന്നും പറയൂ. ഒരു ഫ്രണ്ടാ. അങ്ങനെയാണെങ്കിൽ പണ്ട് 1.5 വർഷം താമസിപ്പിച്ച് ക്രഷ് ഉണ്ടായിരുന്നു ആരോടെങ്കിലും? നവ്യ നായർ. എനിക്ക് ഇൻസ്പിറേഷൻ ആണ്. അല്ലെ പിന്നെ അത് വലിയ കാര്യമല്ലേ. എത്ര ആൾക്കാര് ഈ സംസാരിക്കാൻ സ്പീച്ച് ഡിസബിലിറ്റി ഒക്കെ ഉള്ള അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ അല്ലേ. അപ്പൊ ഉറക്കെ വായിച്ചും അത് മാറ്റിയെടുത്തില്ലേ. അതിനിപ്പം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഒരു മകൻ സ്ഥാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതെ അതെ. ഇപ്പൊ ഇവൻ ആ വിക്ക് വന്നിരുന്നെങ്കിലോ എന്ന് ഞാൻ നമ്മൾ ശരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിലൊരു അഗ്രിമെന്റ് ഉണ്ട്, ഇത്ര ദിവസം പ്രൊമോഷൻ ചെയ്തുകൊള്ളാം. പക്ഷെ അത് നമ്മൾ പല പ്രാവശ്യം റിലീസൊക്കെ മാറ്റി വരുമ്പോൾ ആർട്ടിസ്റ്റിന് ഡേറ്റിന് അവൈലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഇപ്പൊ തന്നെ ഞാൻ പച്ചപ്പപ്പടം കഴിച്ചിട്ടുള്ള ഇവിടെ വന്നിരിക്കും. പുതിയ ആൾക്കാർ ടിപ്പ് പാർവതി എന്ത് ചെയ്യണം? അതെങ്ങനെ നിങ്ങളൊരു ഹോട്ടലിൽ പോയി വെയിറ്റർക്കാണോ ടിപ്പ് കൊടുക്കണോ മാനേജർക്കാണോ? മറന്നിരിക്കാൻ ശ്രമിക്കുന്ന കാര്യം അതൊക്കെ. പക്ഷെ ഞങ്ങൾ നല്ല രീതിയിലാണ് ബ്രേക്കപ്പ് ആയത്. അതെങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു തന്നെ? അല്ല എനിക്ക് അടുത്ത പ്രായമായിട്ട് ബ്രേക്കപ്പ് ആവാൻ അങ്ങനെ. ഫസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഡാഷിനെ പറ്റിയായിരുന്നു. നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റിൽ പ്ലാനൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. നമ്മൾ സംസാരിച്ചതിനെ പറ്റി കുടുംബാസൂത്രണമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നൈറ്റിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ചേട്ടൻ എന്താ വിചാരിച്ചേ? ഫസ്റ്റ് നൈറ്റ് ആദ്യം പറഞ്ഞപ്പോ വേറെ എന്തെങ്കിലും ആണോ വിചാരിച്ചേ? അല്ല, ഫസ്റ്റ് നൈറ്റിൽ ആരും സാമ്പാറും കറിയും വെക്കില്ല. അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ വിജയ് ശ്രീനിവാസൻ. ബുദ്ധി കൊണ്ട് ഇത് ശ്രീനിവാസ്. ജയശേട്ടന്റെ സമയം ഒട്ടും ശരിയല്ല പറയട്ടോ. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങിയ ടീച്ചറാണ് എന്ന് തോന്നിയായിരുന്നു. നെഗറ്റീവും പോസിറ്റീവ് ആവുമല്ലോ. വേറെ ഏതാ നെഗറ്റീവ് ഉള്ളേ? വേറെ നീ സിനിമ വരുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ സിനിമകളും ചെയ്യാൻ തുടങ്ങി. ഒരു ആവറേജ് കഥയും പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന എക്സ്ട്രാ ഓർഡിനറി കഥയൊന്നും നമ്മുടെ അടുത്തോട്ട് വരില്ല. നമ്മുടെ അടുത്ത് വരുന്ന തട്ടിയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരും. നമുക്ക് വരുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും വരുന്ന പുതുമുഖ സംവിധായകർ വരുന്നത്, അവർക്കൊക്കെ അവരെ സിനിമ നന്നാക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന സംവിധായകന്മാരും പുതിയ ബാലൻസുമാണ് വരുന്നത്. അപ്പൊ അവർക്കും ഇത് ഓടണം എന്ന് വാശിയുള്ള ആൾക്കാരാ. പിന്നെ അവിടെ എന്റെ ഇതിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. കാരണം എന്നെക്കാളും പാഷനോട് കൂടി വരുന്ന സംവിധായകർ കൊണ്ടുപോയിട്ട് അവരുടെ പടം പൊട്ടിക്കണം, പൊട്ടട്ടെ.
ബാക്കി ഇവർക്ക് കൊടുക്കുകയാണ്. എന്റെ ക്യാരവനിൽ ഞാൻ ഇഷ്ടമുള്ള കാണിച്ചു അഴിഞ്ഞടിക്കോ, ലിറ്ററലി ഞാൻ പറയുന്ന എപ്പോഴാണ് അഴിഞ്ഞടിക്കോ. അപ്പൊ ഇവര് 3 കൂടെ ക്യാരവനിൽ പോയിരുന്നിട്ട് എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കുറെ മെറ്റീരിയൽ ഉണ്ടാവും. ഭയങ്കര ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യും, എല്ലാം എടുത്തോളം പറയും. എന്റെ എഡിറ്റിൽ മരണത്തിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം, എനിക്കിത് ചെയ്തേ പറ്റൂ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. ജോബ് മരിക്കുന്നതിന് മുമ്പ് ഈ ഇന്റർവ്യൂ തീർന്നാ കൊള്ളാം. എന്നിട്ട് പറഞ്ഞു നമ്മൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടി വന്നത്. ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സീനിൽ മാത്രം 2 സീൻ ഞാൻ കണ്ടിട്ടുണ്ട് കഷ്ടപ്പെടുന്ന പുള്ളി. ആണോ? ഇവൻ ദേശീയ പതാകയുടെ കളറുകൾ ഏതൊക്കെയാണ്? 3 കളറ്. ഏതൊക്കെയാ? ഇളം മഞ്ഞ, പച്ച, വെള്ള. ഇളം മഞ്ഞ, പച്ച, വെള്ള. നിങ്ങളൊക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർക്ക് ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒരു പ്രഷർ. ഇറങ്ങിക്കഴിയുമ്പോൾ ബാധ്യത ആവാറുണ്ട്. അയ്യോ, ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള പേര് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്, എടുത്ത് നോക്കാൻ തോന്നും എന്നൊക്കെ എല്ലാരും പറയുന്നത്. ഞാനും നിന്റെ കുറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും കണ്ടിട്ടുണ്ട്. താങ്ക് യു. നന്നായിട്ടല്ല പറഞ്ഞേ. പക്ഷെ അത് വേണ്ടേ? മേക്കപ്പ് പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല, മേക്കപ്പ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നു. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ അതിന് ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനും ഇവരുടെ കൂടെ തുള്ളിച്ചാടി എനിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പൊ ഇവരുടെ തമാശയൊക്കെ കണ്ട് ആസ്വദിക്കാനേ പറ്റൂ. ഒരു നന്മയുള്ള കഥാപാത്രമാണ് ബോസ് സിനിമയില്. ഒരു കള്ളവെടി വെക്കാൻ പോകുന്നതാണ് ബേസിക്കലി ഞാൻ. അപ്പോ അത് പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന ഒറിജിനൽ ഇൻസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ എന്തൊക്കെ ചെയ്യണോന്ന് അറിയായിരുന്നല്ലേ കുറച്ച് ഓൾറെഡി. അപ്പൊ കട്ടായി പോയി, നെറ്റൊക്കെ പോകുന്നതാണ്. ഞങ്ങളിപ്പം നിൽക്കുന്നത് സൗത്താംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സൗത്താംപ്ടൺ. അപ്പോൾ സൗത്താംപ്ടണിലൂടെ കറങ്ങാൻ വന്നതാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടോ? ഈ കപ്പലാണ് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞത്. നമ്മുടെ വലിയ ക്രൂസ് ഷിപ്പാണ്. ആ ക്രൂസ് ഷിപ്പ് ഇവിടെ സൗത്താനിൽ കിടക്കുക. നമ്മുടെ ടൈറ്റാനിക്കും ഒക്കെ ബന്ധമുണ്ടല്ലോ ഇതിന്. എൻ്റെ പേര് അർജുൻ സാൻ. ഞാൻ സിഫയിലെ ആക്ടിങ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനോടാണ്. നമുക്കൊരു